ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈലൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് കഴിയുന്നുണ്ടോ, അവർക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് വിടാനായിട്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ മറന്നോ, ഇനി അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊന്നും നിങ്ങൾക്കില്ലാതെ, ആ ഒരു പേഴ്സൺ ഇല്ലാതെ അവർ അങ്ങനെ നിങ്ങളെ മറന്നിട്ട് വേറൊരു ആളിലേക്കോ വേറെ സിറ്റുവേഷനിലേക്കോ മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ സെപ്പറേഷനായിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം, ചിലപ്പോൾ 1 മന്ത് 2 മന്ത്സ്, ചിലപ്പോൾ 1 ഇയർ 10 ഇയർ, അങ്ങനെയൊക്കെ ഒത്തിരി ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടാകാം. ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 5 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, ദ ടവർ കാർഡ് വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ്, ദ എംപ്രസ് കാർഡ്, 5 ഓഫ് കപ്സ്. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് 5 ഓഫ് കപ്സും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ്. 4 ഓഫ് സോർഡ്സിന്റെ നേരെ അടിയിലാണ് നമുക്ക് കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൻഡ്സ് ഫയർ എനർജിയാണ്, 3 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും നമുക്ക് 5 ഓഫ് സോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർഡ്സ്, 4 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മാസ്റ്റർ കാർഡ് എന്താണെന്ന് നോക്കാം. ജസ്റ്റിസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ഓഫ് കപ്സിന്റെ ഒരു കാർഡ്, അതുപോലെ എംപ്രസ് കാർഡ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹം ഇപ്പോഴും വളരെയധികമായിട്ട് മനസ്സിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് അവിടെ തന്നെയുണ്ട്, സ്നേഹം അവിടെ തന്നെയുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹത്തോടൊപ്പം തന്നെ അവർക്ക് കുറച്ച് വേദനയും വിഷമങ്ങളും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇതെല്ലാം കൊണ്ടായിരിക്കാം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്ത് അവർക്ക് ആ ഒരു ഹേർട്ടും ആ ഒരു വേദനയും വിഷമവും ഒക്കെ ഒന്ന് ചേർന്നിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 4 ഓഫ് സോർഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് അവരിപ്പോഴും മാനസികമായിട്ട് ഒന്ന് ശാന്തരാകാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് ഇപ്പോൾ അവർ ഒരു കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ സ്നേഹമോ കെയറിങ്ങോ പ്രൊട്ടക്ഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടണം എന്ന രീതിയിലുള്ള ചിന്തകളാണ് ഇപ്പോൾ അവർക്ക് കൂടുതലായിട്ടുള്ളത് എന്നാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തകൾ അവർക്ക് തോട്ട്സ് വരുന്നുണ്ട്. അങ്ങനെ തോട്ട്സ് വരുമ്പോൾ അതിനെ മാറ്റിവിടാനും ആ ഒരു ചിന്തകൾ കുറയ്ക്കാനുമായിട്ട് അവർ ശ്രമിക്കുന്ന എനർജിയാണ് നമുക്കിവിടെ 4 ഓഫ് സോർഡ്സിന്റെ എനർജി കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുക, ബിസി ആകാനായിട്ട് ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന എനർജീസ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ടവർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റമോ അല്ലെങ്കിൽ എന്തോ ഒരു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തോ ഒരു ഷോക്ക് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്തോ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ റിലേഷൻഷിപ്പിലേക്കോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ലൈഫിലേക്കോ വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. എന്തോ ഒരു വലിയൊരു മാറ്റം, ഒരു ഷോക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് അവരെ വളരെയധികം ബാധിക്കുന്നു എന്നാണ് നമുക്കിവിടെ ടവർ കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതാണ് അവരെ പിടിച്ചു മാറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിട്ടുമാറാനായിട്ട് അവർ ശ്രമിക്കുന്നു.
സമാധാനം, മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു സന്തോഷം പോലും അവർ ആഗ്രഹിക്കുന്നില്ല, ഒരു മനസ്സിന് സമാധാനം കിട്ടിയാൽ മതി എന്നൊരു ചിന്ത അവർക്കുണ്ട്. ആ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റിവിടാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചും ഓർമ്മകൾ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അത് മാറ്റിവിടാനായിട്ട് അവർ ശ്രമിക്കുന്നു, അല്ലെ ആ ഓർമ്മകളെ ചിന്തിക്കുന്നത് കുറയ്ക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇത് അവർ വളരെയധികം കൺഫ്യൂഷനിലാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചൊന്നും അവർക്കൊരു വ്യക്തതയില്ല. ഇനി എന്താണ് ലൈഫിൽ ഞാൻ എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തതയില്ല. അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ സ്റ്റക്കായി നിന്നിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ ആയിരിക്കണം, എങ്ങോട്ട് പോകണം, റിലേഷൻഷിപ്പ് വേണോ, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് പോകണോ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ ആരുടെ കൂടെ പോകണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നിൽക്കുന്ന ഫ്ലോയിൽ ഇങ്ങനെ എല്ലാ ദിവസവും അതേപോലെ എഴുന്നേക്കുന്നു, ആ പോകുന്ന ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാതെ യാതൊരുവിധ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ദ ഫുൾ കാർഡും അതുപോലെ തന്നെ 3 ഓഫ് വാൻഡ്സ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നത് അവരൊരു പുതിയ തുടക്കത്തിനായിട്ട് പരിശ്രമിക്കുന്നു എന്നതാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ സ്റ്റക്കായി പോയി അല്ലെങ്കിൽ വിഷമത്തിലേക്ക് പോയി, വളരെയധികം ഡിപ്രഷനിലേക്ക് പോയി എങ്കിലും അവരുടെ മനസ്സിനുള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് അവര് ശ്രമിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കാണുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ചിന്തകളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. ഇവര് കൺഫ്യൂഷനിലാണ്, വളരെയധികം കൺഫ്യൂഷനിലാണ്. എങ്കിൽ കൂടിയും അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ചിന്തിച്ച് അതിനുശേഷം ഒരു ന്യൂ സ്റ്റാർട്ട്, എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, ഒരു പുതിയ തുടക്കം വേണം, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. പക്ഷെ അതിനവർക്ക് സാധിക്കോ എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് സോർഡ്സും ജസ്റ്റിസ് കാർഡും നമുക്കിവിടെ വന്നിട്ടുണ്ട്. മാസ്റ്റർ കാർഡ് നമുക്ക് ജസ്റ്റിസ് കാർഡാണ്. അപ്പൊ അവരിപ്പോ ഹൃദയത്തെക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു ബുദ്ധിയെ ആശ്രയിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പലപ്പോഴും ഇമോഷൻസിനെ ആശ്രയിച്ചായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും, ഇവർക്ക് വിഷമമാകും, അവര് വിഷമിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുന്ന കാര്യമല്ല, ഞാൻ ഇത്തിരി വിഷമിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലായിരുന്നു ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോ അവര് കുറച്ച് പ്രാക്ടിക്കലായിട്ട്, ബുദ്ധിപരമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സേഫ് സോണിൽ, ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എനിക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് പോകണം, എങ്കിൽ മാത്രമേ എനിക്കൊരു ഹാപ്പിനെസ്സും എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അല്ലാതെ അവര് വിഷമിക്കല്ലോ ഇവര് വിഷമിക്കല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കാരും കെയർ ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫേവറും ആരും ചെയ്തു തരുന്നില്ല. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണമെന്ന് ബുദ്ധിപരമായി ചിന്തിച്ച് ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുത്ത് അവർ മുന്നോട്ട് പോകുന്നു. പിന്നെ പലപ്പോഴും അവര് തെറ്റാണെങ്കിൽ കൂടിയും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ശരി തെറ്റ് എന്താണെന്ന രീതിയിലൊക്കെ അവർ ചിന്തിക്കുകയും ആ ഒരു ശരിയുടെ ഭാഗത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. കിങ് ഓഫ് സോൾസും ജസ്റ്റിസ് കാർഡ് വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ശരി തെറ്റ് എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു മാറ്റമൊക്കെ അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ശരി എന്താണ് തെറ്റെന്താണ് എന്നൊന്നും അവർ നോക്കിയിരുന്നില്ല. അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു, അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അവർ ചെയ്തിരുന്നു, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ മറ്റു ആളുകൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അവർ സാക്രിഫൈസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും അവർക്ക് ഒരു അതിൽ നിന്നൊന്നും അവർക്കൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ആ ഒരു മാറ്റം അവരുടെ ലൈഫിൽ മൊത്തത്തിൽ വരുന്നു. അപ്പൊ ഇനി അവരുടെ ലൈഫ് മാത്രം അവർ ഫോക്കസ് ചെയ്ത് അവർക്ക് സേഫായ, അവർക്ക് സന്തോഷമായ, അവർക്ക് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ അവര് നിങ്ങളെ മറന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിങ്ങളെ ഓർക്കുന്നത് അവർക്കൊരു വേദന നൽകുന്നു. അതുകൊണ്ട് അവർ കുറച്ച് ദൂരം പാലിച്ച് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവരെ കൊണ്ട് അത് പൂർണ്ണമായിട്ട് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അവര് ദൂരം പാലിച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറന്നിട്ടില്ല, പക്ഷെ മനസ്സ് വേദനിക്കാതിരിക്കാനായി അവര് അകലെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മനസ്സ് വേദനിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അവര് തിരികെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് ഈ ഒരു സെയിം കാർഡുകളിൽ തന്നെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ് ഉണ്ട്, 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. ഈ രണ്ട് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള ചാൻസസ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അഥവാ വീണ്ടും ഒരു സംസാരിക്കാനോ അല്ലെങ്കിൽ റീകണക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു സാധ്യത നമുക്ക് പറയാനായിട്ട്, ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും.
അതാണ് നമുക്ക് ഏസ് ഓഫ് വൺസ്, 3 ഓഫ് വൺസ്. പിന്നെ ഇവിടെ നമുക്ക് 5 ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ ജസ്റ്റിസ് കാർഡ് ഉണ്ട്. മുൻപ് ഉണ്ടായിട്ടുള്ള ആ ഒരു ഹേർട്ടുകൾ, വേദനകൾ, ഈഗോ, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഇതെല്ലാം ക്ലിയർ ആകണം. അല്ലെങ്കിൽ ഒരു റീയൂണിയൻ നടക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ കിങ് ഓഫ് സോൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അവർ ഇമോഷൻസ് കൊണ്ട് അല്ല ഈ മുന്നോട്ടേക്ക് പോവുക, ലോജിക്കായിട്ട് ഡിസിഷൻസ് എടുക്കും. അതുകൊണ്ട് തന്നെ അവർ തിരികെ വരുന്നത് വളരെ സ്ലോ ആയിരിക്കും. അവർ ലോജിക്കായിട്ട് ചിന്തിച്ച് വേണോ വേണ്ടയോ, എങ്ങനെ വേണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് മാത്രമാണ് ഒരു ഡിസിഷൻ എടുക്കുക. അല്ലാതെ ഓടിച്ചാടി ഇമോഷണലി വന്നിട്ട് പെട്ടെന്നൊരു ഡിസിഷൻ ഒന്നും ഒരിക്കലും അവർ എടുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് തിരികെ വരിക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ ശരിക്കും പറയാൻ ഇവിടെ ചാൻസസ് ഉണ്ട് തിരികെ വരാനായിട്ട്, പക്ഷെ സ്ലോ ആയിരിക്കും. പിന്നെ ബൗണ്ടറീസ് ഒത്തിരി അവർ കീപ്പ് ചെയ്യും. അതുപോലെ ഒത്തിരി കണ്ടീഷൻസ് ബേസ്ഡ് ആയിരിക്കും അവർ തിരിച്ചു വരും. ഒത്തിരി കണ്ടീഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കൊണ്ടുവരും എന്നൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവരുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി വന്നാൽ മാത്രം, അതിനുശേഷം മാത്രമേ അവർ തിരികെ വരുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ഒരു ഗൈഡൻസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് 4 ഓഫ് സോർഡ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് സമയം വേണം. അപ്പം നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും കൂടുതൽ ഡിസ്റ്റൻസ് എടുത്ത് അകന്നു പോകാനുള്ള ചാൻസസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക. പിന്നെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞ എംപ്രസ് എനർജി വരുന്നുണ്ടല്ലോ. അപ്പൊ സ്വന്തമായിട്ട് സ്വയം വാല്യൂ കുറച്ച് കാണിക്കാനായിട്ട് ശ്രമിക്കരുത്. അതിന് വേണ്ടിയിട്ട് ചിലരൊക്കെ ഈ ഒരു സെപ്പറേഷനിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടിട്ട് പോയത്, അല്ലെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് തോട്ട് വന്നിട്ടുള്ളത് എനിക്ക് എൻ്റെ ഒരു കുറവുകൾ കൊണ്ടാണ്, എൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്, ഞാനൊരു മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ 5 ഓഫ് വാൻസിന്റെ ഒക്കെ 5 ഓഫ് കപ്സിന്റെ ഒക്കെ എനർജിയിൽ അതാണ്. ഒത്തിരി വില കുറച്ച് കാണിക്കുന്നു, അങ്ങ് തന്നിലേക്ക് തന്നെ ചുരുങ്ങി പോകാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. വില കുറച്ച് നിങ്ങളെ തന്നെ കാണാതിരിക്കുക. അവരുടെ പിന്നാലെ ചേസ് ചെയ്യേണ്ട സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഇമോഷണൽ കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്യുക. 5 ഓഫ് കപ്സ് ഇമോഷൻസ് ആണ് ആ കാണുന്നത് മൊത്തം. ടവർ കാർഡ്, ഈ 2 കാർഡുകൾ, നിങ്ങൾക്ക് പെയിൻ ഉണ്ട്, നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകും, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒത്തിരി സ്നേഹിച്ച ആളുകൾ നമ്മളുമായിട്ട് സെപ്പറേഷനിൽ പോകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ ആ ഒരു പെയിൻ കൊണ്ട് വളരെ പെട്ടെന്നുള്ള ആക്ഷൻസ് എടുക്കുക, പെട്ടെന്ന് റിയാക്ട് ചെയ്യുക, അവരെ ചേസ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇമ്പൾസീവ് ആയ ആക്ഷൻസ് ഒന്നും എടുക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് നമുക്ക് കാർഡ്സുകളിൽ നിന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കാമായിരിക്കാനായിട്ട് ശ്രമിക്കുക, കാമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കിങ് ഓഫ് സോർഡ്സും ജസ്റ്റിസ് കാർഡും വന്നിട്ടുള്ളതുകൊണ്ട് ഫ്യൂച്ചറിൽ അവർ സംസാരിക്കാനായിട്ട് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കോണ്ടാക്ട് വരുമ്പോൾ ഒട്ടും ഫൈറ്റ് ഇല്ലാതെ, ഒട്ടും അവരെ ബ്ലെയിം ചെയ്യാതെ, വളരെ മച്വർ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ കോൺവെർസേഷൻസ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഇവിടെ ഫൈനൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം, പക്ഷെ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അവരില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ബ്ലൈൻഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക. ഇവരില്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും, ഇനി അവർ വരുവാണെങ്കിൽ വരട്ടെ എന്നൊരു രീതി, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അവർ വരുമ്പോൾ മാത്രം അവരെ അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ അവരെ ചേസ് ചെയ്ത് പോയി അവരെ കൊണ്ടുവന്ന് നിർബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അവർ വരുവാണെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക, ഇനി അവർ വന്നില്ലെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക. ആ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അവർക്ക് വാല്യൂ, നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലായാൽ അവർ തന്നെ തിരികെ വരും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം അവര് ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, അവർ മറ്റാരെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു 7 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് നമുക്കിവിടെ വരുന്നുണ്ട്. അവർക്ക് ഓപ്ഷൻസും ചോയ്സസ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് 7 ഓഫ് കപ്സ് കാണിച്ചു തരുന്നുണ്ട്. അതായത് അവർക്ക് ചില ഓൾട്ടർനേറ്റീവ് തോട്ട്സ് ഉണ്ടാകാം, പക്ഷെ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നതിനൊരു തെളിവില്ല. ഓക്കെ, പിന്നെ 5 ഓഫ് വാൻസ് വരുമ്പോഴത്തേക്കും ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ട്, ഇന്റേണലി അവർക്ക് മനസ്സിനുള്ളിൽ വളരെയധികം സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ പക്ഷെ എങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഒരാളിൽ അവർ ഇതുവരെ പോയി സെറ്റിൽഡ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇപ്പോ ഒരു കമ്മിറ്റ്മെന്റ് അവോയ്ഡ് ചെയ്യുന്ന, അതായത് ഞാൻ ആദ്യമത്തെ കാർഡിൽ തന്നെ പറഞ്ഞിരുന്നു, അവര് ഒരു കമ്മിറ്റ്മെന്റ്സോ റിലേഷൻഷിപ്പോ അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ലാത്ത ഒരു ഫേസ് ആണ്. ശരിക്കും ഫ്രീഡം ആണ് അവർ നോക്കുന്നത്, അതായത് പീസ് ഓഫ് മൈൻഡ് ആണ് അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ മറ്റൊരാളെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടോ, നിങ്ങളെയൊക്കെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസേഴ്സ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഉള്ളതായിട്ട് കിട്ടുന്നില്ല. ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അവര് അതിൽ സെറ്റിൽഡ് ആയതായിട്ട് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി ഒന്ന് എടുത്തു നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് കിട്ടുന്നത് യു ടച്ച്ഡ് മൈ ഹാർട്ട് എന്നുള്ളൊരു സോൾ മെസ്സേജസ് ആണ്. അതായത് നിങ്ങൾ അവരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് അവരുടെ ഒരു സന്തോഷം. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയങ്ങൾ വളരെയധികം സന്തോഷം നിറഞ്ഞതായിരുന്നു. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ഹാപ്പി ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഐ ലവ് യു മോർ ഡീപ്ലി ദാൻ വേർഡ്സ് ക്യാൻ എവർ ഫുള്ളി എക്സ്പ്രസ്. ഓക്കെ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, മറന്നിട്ടില്ല നിങ്ങളെ എന്നുള്ളതാണ്. വാക്കുകൾക്ക് പറയാനായിട്ട് സാധിക്കാത്തിടത്തോളം അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കാത്തതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. വിത്തൗട്ട് യു ഐ ആം നത്തിങ്. നീ ഇല്ലാതെ ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഐ ഡിഡ് നോട്ട് റിയലൈസ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം ചിലപ്പോൾ അവരെ അത് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. ഇത്രയും ആഴത്തിൽ ഈ ഒരു സ്നേഹം അവരുടെ ഉള്ളിലുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇപ്പോഴവരത് തിരിച്ചറിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. യു ഹാവ് മെയ്ഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. ഓക്കെ, നിങ്ങളാണ് അവരെ ഒരു ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി, ഈ ഒരു ഭൂമിയിലെ ഹാപ്പിയസ്റ്റ് പേഴ്സണാക്കി മാറ്റിയ ഒരു വ്യക്തി നിങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഒത്തിരി വിഷമത്തിലിരുന്ന സമയത്തും പ്രശ്നങ്ങളിലിരുന്ന സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത് നിങ്ങളോടൊപ്പം ചിലവഴിച്ച സമയങ്ങളായിരിക്കാം അവർക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒരു കാര്യമൊക്കെയാണ് അവരിവിടെ പറയുന്നത്. യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്കസ്റ്റ് ഡേയ്സ്. ഓക്കെ, അവർ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ട് ഏറ്റവും വിഷമത്തിലൂടെയുള്ള ദിവസങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നപ്പോൾ നിങ്ങളാവുന്ന ഒരു വെളിച്ചമാണ് അവരെ ഒന്ന് ബ്രൈറ്റൺ ആക്കി നിർത്തിയത് എന്നുള്ളൊരു കാര്യം അവർ ഓർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു വേദനകൾ മാത്രമല്ല സന്തോഷകരമായ സമയങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ മറക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജാനുവരി മന്ത് ആണ്. അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആലപ്പുഴ ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആലപ്പുഴ ജില്ല എന്നുള്ള ആളായിരിക്കാം. നമ്പർ 56 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ചസ്, ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. 1975, നമ്പർ 24, നമ്പർ 22, യോഗ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 28, നമ്പർ 31, ടീ ലവർ, ചായയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത്, നമ്പർ 8, മാർച്ച് മന്ത്, 1996, 1987, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 5, റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 51, നമ്പർ 32, ലെറ്റർ ടി, റെയിൻബോ സൈൻസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ റെയിൻബോ സൈൻസ് ഒക്കെ ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 36,
ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. അപ്പോൾ ഫുട്ബോൾ കളിയൊക്കെ കാണാനും കളിക്കാനും ഒക്കെ, അല്ലെങ്കിൽ കളിക്കുന്ന ആളുകളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.